ആലപ്പുഴയിൽ വള്ളംകളി നടക്കുമ്പോൾ 10,000 ടിക്കറ്റുകളാണ് വിൽക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ എത്തുന്ന ആളുകൾ എത്ര 10,000-ങ്ങളാണെന്ന് നമുക്കറിയില്ല. അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം ഇത്രയും വർഷങ്ങളായിട്ട് എന്താണെന്ന് വെച്ചാൽ ശരണ്യ, ഇവർ അങ്ങനെ പരാതിയൊന്നും പറയില്ല. ആ മനുഷ്യന്മാർ വന്നിട്ട് ആരും പരാതിയൊന്നും പറയാതെ ആ പാവങ്ങൾ വന്ന് ആ വെയിലത്തായാലും മഴയത്തായാലും നിന്ന് അത് മുഴുവൻ ആസ്വദിച്ച് അവരുടെ അതാത് ടീമുകളെ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് പരമാവധി എനർജി പകർന്ന് നൽകി അവരിവിടെ ഇരുന്നങ്ങ് ആഘോഷിച്ചു പോകും. പക്ഷേ നമ്മൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അങ്ങനെ ഇത്രയും പൈസ മുടക്കി വലിയ പൈസ കൊടുത്തിട്ട് തന്നെയാണ് ടിക്കറ്റ് എടുക്കുന്നത്. 1,500 രൂപയാണ് ഒരു ടിക്കറ്റിന് വില. അപ്പോൾ അതാണ് ഇതൊരു നമ്മുടെ ഒരു പ്രസ്റ്റീജിയസ് ഇവന്റ് ആണ്. ഒരു ലോകത്തിന് മുന്നിൽ ഒരുപക്ഷെ കേരളത്തിന് വെക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വിഷ്വൽ ട്രീറ്റ് ആണ് വള്ളംകളി എന്നതിൽ ഒരു സംശയമില്ല. അപ്പോൾ അങ്ങനെ ഒരു സാധനം വന്ന് അവർ പുറത്തു പോയി പറയേണ്ടത് നമ്മളെ പറ്റി നല്ലതാണ് പറയേണ്ടത്. അവിടെ ഒരു വീഴ്ച ഉണ്ടോ എന്ന് ചോദിച്ചാൽ വീഴ്ച ഉണ്ടെന്ന് പറയേണ്ടി വരും. പക്ഷെ അതൊക്കെ നമുക്ക് തൽക്കാലം മാറ്റി വെക്കാം. തൽക്കാലം നമ്മൾ ആവേശത്തിലേക്കാണ് പോകുന്നത്. അപ്പം മറക്കണ്ട, നാളത്തെ ഒരു ഏതാണ്ട് ഷെഡ്യൂളിങ്ങിലാണ് 11 മണി തൊട്ട് ഇവിടെ 1150 മീറ്റർ നീളം വരുന്നതാണ് ട്രാക്ക്. അവിടെയാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, അവിടെയാണ് ഫിനിഷിംഗ് പോയിന്റ്. കാണിക്കാൻ പറ്റില്ല. അത്രയും ദൂരം 1,150 മീറ്റർ എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്ററും 150 മീറ്ററുമാണ്. അപ്പോൾ 1 കിലോമീറ്റർ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന ദൂരമല്ല. ആ 1,150 മീറ്റർ മുഴുവൻ തീ പറപ്പിച്ചാണ് ഇവർ പറന്നു പോകുന്നത്. എല്ലാവരും പറയും ഓളത്തിന് അല്ലെങ്കിൽ വെള്ളത്തിന് തീ പിടിക്കുമെന്ന് ചോദിക്കും. പക്ഷെ തീ പിടിക്കും. അത് ക്ലീശ അല്ല സത്യത്തിൽ, അല്ലേ? അത് തീ പിടിക്കുമ്പോൾ അത് 100-ലേറെ പേരാണ് ഒരു ടീമിലുള്ളത്. ഇത്രയും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന മറ്റൊരു സ്പോർട്ടില്ല, ഒളിമ്പിക്സിൽ പോലും ഇല്ല. ഒരേ ടീമിൽ 100 പേര് ഒരു വള്ളത്തിൽ. ആ 100 പേരും ഒരേ താളത്തിൽ ഒരേ മനസ്സോടെ 1 ഇഞ്ച് ചില സമയത്തൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, 1 തുഴ കുറഞ്ഞു പോയി എന്നൊക്കെ. ഈ 1 തുഴ കുറഞ്ഞു എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 100 പേരിൽ ഒരാളുടെ തുഴ കൃത്യസമയത്ത് അവിടെ വീണില്ല. അത് മതി തോൽവിയെ നിർണ്ണയിക്കാൻ. കഴിഞ്ഞ തവണ സമാനമായിരുന്നു അവസ്ഥ. താളമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ തവണത്തെ ഫൈനലിൽ മൈക്രോ സെക്കൻഡ്സിനാണ് 2 ടീമുകൾ തമ്മിലുള്ള മത്സരത്തിൽ PBCയും ഇപ്പോഴും കരച്ചിലും തീർന്നിട്ടില്ല, സങ്കടവും തീർന്നിട്ടില്ല, കോടതിയുടെ മുന്നിലാണ്. അങ്ങനെ ഒരു മൈക്രോ സെക്കൻഡ് പോലും നിർണായകമാവുന്ന തരം അത്രയും പ്രധാനപ്പെട്ട ഒരു മത്സരമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ തയ്യാറെടുപ്പും ഏതാണ്ട് ഒരു മാസത്തിൽ കൂടുതലൊക്കെ ആയി തയ്യാറെടുപ്പ് നടക്കുന്നു. എല്ലാവർക്കും സമയവും കിട്ടിയിട്ടുണ്ട് ഇത്തവണ കുറച്ചുകൂടി. പക്ഷെ അപ്പോഴും ഈ പ്രശ്നമുണ്ട്. ഓഗസ്റ്റിലെ 2ാമത്തെ ശനിയാഴ്ച എന്നൊക്കെ പറയുമ്പോൾ മുമ്പ് അതൊരു കറക്റ്റായിട്ട് നടക്കുമായിരുന്നു. പക്ഷെ ആലപ്പുഴയെ സംബന്ധിച്ച് നല്ല മഴയായിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി, മഴ ഒഴിഞ്ഞൊരു സമയം കഴിഞ്ഞ് കുറേ നാളുകളായിട്ട് ആലപ്പുഴയിലില്ല. പക്ഷെ അതിനൊക്കെ അതിജീവിച്ചും അവഗണിച്ചും അവരുടെ തയ്യാറെടുപ്പൊക്കെ പൂർണ്ണമായിട്ടുണ്ട്. ഇന്നത്തെ ദിവസം അവർക്ക് റെസ്റ്റ് ഡേ ആണ്. കഴിഞ്ഞ ദിവസം വരെയും ഇവിടെ ഇങ്ങനെ നടന്ന് പരിശീലനം നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാം. അപ്പോൾ എല്ലാ വള്ളംകളി പ്രേമികളും ആവേശത്തോടെ തയ്യാറെടുത്തിരിക്കുകയാണ്. അവർ കാത്തിരിക്കുന്നത്, അവർ ആഗ്രഹിക്കുന്നത് പോലൊരു ഫൈനൽ. ഇത്തവണ പ്രത്യേകത എന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ 6 ഹീറ്റ്സ് ആണ്. ആ 6 ഹീറ്റ്സിലെ 2ഉം 3ഉം ഹീറ്റ്സ്, അതോ 3-4 ഹീറ്റ്സ്, 3ാമത്തെ ഹീറ്റ്സിൽ തീ പാറുമെന്ന് ഉറപ്പാണ്. ഏതാണ്ട് ഒരു ഫൈനലാണ്. ആളുകൾ ഇപ്പോൾ PBC വരുന്നു. PBC നമുക്കറിയാവുന്നതുപോലെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് ഈ വള്ളംകളിയിൽ ഇപ്പോൾ കിരീടം വെക്കാത്ത രാജാക്കന്മാരായിട്ട് അവർ നടക്കുകയാണ്. അവർ കഴിഞ്ഞ 5 തവണയും അവർക്ക് വിജയം കൈവരിക്കാൻ കഴിഞ്ഞു. അവർക്കൊരു സെക്കൻഡ് ഹാട്രിക് വരുമോ എന്നതാണ് വള്ളംകളി പ്രേമികൾക്കിടയിലെ ഏറ്റവും വലിയ ഉദ്വേഗം. ആ PBCയുടെ ഇത്തവണത്തെ വരവ് രാജകീയമാക്കാൻ ഫാൻസ് എല്ലാവരും റെഡിയാണ്. ഏറ്റവും കൂടുതൽ വള്ളംകളി പ്രേമികളുടെ ഇടയിൽ ഫാൻസ് ഉള്ള ടീമാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്. അപ്പോൾ പള്ളാത്തുരുത്തിക്ക് സെക്കൻഡ് ഹാട്രിക് കിട്ടുമോ എന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഒപ്പം കാരിച്ചാൽ അടുപ്പിച്ച് 2 ഹാട്രിക്. ഒപ്പം കാരിച്ചാൽ ഇത്തവണ ജലരാജാവാണ്. വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒരു പക്ഷേ കാരിച്ചാലിനോളം ഒരു കരക്കാർ വള്ളത്തെ ഒരുമാതിരി മകനെ പോലെ അല്ലെങ്കിൽ സഹോദരനെ പോലെ അങ്ങനെയൊക്കെ സ്നേഹിക്കുന്ന കരക്കാരുണ്ടാവുമോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും സ്നേഹമുണ്ട്. പക്ഷെ കാരിച്ചാലുകാരുടെ സ്നേഹം വളരെ ഇമോഷണൽ ബോണ്ടിങ് ആണ് അവർക്ക് ആ വള്ളത്തോടുള്ളത്. അങ്ങനെ അവസാനം അവരെന്ത് ചെയ്തു, ആ കരക്കാർ തന്നെ ഒരു ക്ലബ് ഉണ്ടാക്കി വരുന്നു എന്ന പ്രത്യേകതയുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ കാരിച്ചാലിന്റെ വള്ളം തുഴയുന്നത് ഓരോ PBC ഒക്കെ തുഴയാറുണ്ട്, അങ്ങനെ വേറെ ക്ലബ്ബുകൾ തുഴയാറുണ്ട്. പക്ഷേ അപ്പോഴും എന്താ പറയുക, സ്വന്തം കരയിൽ നിന്ന്, അതായത് ഓരോ കരക്കാരുടെയും വളരെ വൈകാരികമായ ഒന്നാണ് അവരുടെ ചുണ്ടൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ആലപ്പുഴയ്ക്ക് പുറത്തുനിന്ന് ഉള്ള ആളുകൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. കാരണം ഓരോ ആളുകളും അവരുടെ പണം, വിദേശത്തു നിന്ന് ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ ഒരു പണം അതിനകത്ത് നിക്ഷേപിച്ചുകൊണ്ട് അവരുടെ കരയ്ക്ക് വേണ്ടി കോടികൾ ചെലവഴിച്ചാണ് ഒരു വള്ളം പണിതിറക്കുക എന്നുള്ളത്.
അങ്ങനെ പണിതിറക്കിയ ആ വള്ളം എന്ന് പറയുന്നത് ആ കരയുടെ ഏറ്റവും വൈകാരികമായ ഒന്നാണ്. അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന പോരാട്ടമാണ് ആ വള്ളത്തിൻ്റെ പോരാട്ടം എന്നുള്ളതാണ്. പക്ഷേ ഇത്തവണ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറിക്കൊണ്ട് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, കാരിച്ചാലുകാർ ഇത്തവണ അവരുടെ വള്ളം വേറെ ആർക്കും തുഴയാൻ കൊടുത്തിട്ടില്ല. സ്വന്തമായി ടീമിനെ അവർ ഇറക്കിയിരിക്കുന്നത് കാരിച്ചാലിൻ്റെ ടീം തന്നെയാണ് ഇത്തവണ അവരുടെ വള്ളം തുഴയുന്നുള്ളതാണ്. 16 തവണയിലേറെ നെഹ്റു ട്രോഫി മുത്തമിട്ട കാരിച്ചാൽ അല്ലേ? അതിലുപരി എനിക്ക് എപ്പോഴും തോന്നിയിട്ടില്ല അവരുടെ ഇമോഷണൽ ബോണ്ടിങ് എപ്പോഴും നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ കാര്യം എന്ന് മുഴുവൻ പറയാൻ പോലും അവർക്ക് മനസ്സ് വരില്ല, അത്രയും സ്നേഹമാണ്. അതെ അതെ. പക്ഷേ പുതുക്കി പണിത ശേഷം ഒരു പഴമയും പെരുമയും പ്രൗഢിയും ഒപ്പം ഒരു ന്യൂജൻ സ്വഭാവം, അതാണ് കാരിച്ചാൽ. ഈ കാരിച്ചാലിന് ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറയാം, മോഹൻലാലിനെ പോലത്തെ വള്ളമാണ്. അതൊരു ചരിഞ്ഞ അത്ഭുതം എന്നാണ് ഈ കാരിച്ചാലിനെ പറയുന്നത്. ചെരിവ് സൗന്ദര്യമായിട്ടുള്ളൂ, അത് ഒന്ന് കാരിച്ചാലിനും ഒന്ന് മോഹൻലാലിനും എന്നാണ് പൊതുവെ പറയുന്നത്. കാരിച്ചാലിന്റെ മാതൃകയിൽ വള്ളം പണിത് തന്നെ ഇറക്കിയിട്ടുണ്ട്. ആ ചെരുവ് മോഹൻലാലിന്റെ സൈഡ് പിടിച്ച് നടക്കുന്നത് പോലെ. അങ്ങനെ ഒരുപാട് കൗതുക കഥകളുണ്ട് കേട്ടോ ഈ വള്ളംകളിയുമായി ബന്ധപ്പെട്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് ഈ ചെരുവുള്ള കാരിച്ചാൽ. ഇതുപോലെ എത്ര കഥകൾ ഓരോ വള്ളത്തിനും പറയാൻ ഓരോ വലിയ കഥകളുണ്ട്. ഇപ്പോൾ നടുഭാഗം എനിക്ക് പേഴ്സണൽ ആണെന്നൊക്കെ പറയും, പക്ഷെ നമ്മൾ റിപ്പോർട്ടിങ്ങിലേക്ക് വരുമ്പോൾ ഒരു പേഴ്സണൽ അറ്റാച്ച്മെന്റും ഇല്ല. നടുഭാഗം എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം നെഹ്റുവിന്റെ മുന്നിൽ വള്ളം കളിച്ചാണ്. ഇവിടെ നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ കൂടിയുണ്ട്, അത് ശ്രീ കുറുപ്പ് സാറാണ്. സാറിന് ഒരു മിനിറ്റ് സംസാരിക്കാവോ? ഈ വള്ളംകളിയുടെ ഒക്കെ പ്രധാനപ്പെട്ട സംഘാടകരിൽ ഒരാളാണ്. എത്രയോ വർഷമായി വള്ളംകളിക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ സംഘാടന മികവുമായി അവിടെ കുറുപ്പ് സാർ ഉണ്ടാവും. ഇതാ നമ്മുടെ പ്രിയപ്പെട്ട പ്രമോദേട്ടനുണ്ട്. ആദ്യം കുറുപ്പ് സാർ, എന്തായി എല്ലാവർക്കും? ഓൾമോസ്റ്റ് എല്ലാം സെറ്റാണ്. ആഗസ്റ്റ് അവസാനത്തെ ശനിയാഴ്ച, ഓണത്തിന് തൊട്ടുമുമ്പുള്ള ശനിയാഴ്ച, പിന്നെ അതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ നെഹ്റു ട്രോഫിക്ക് ഈ വർഷം ഇരട്ടി മധുരമാണ്. നെഹ്റു ട്രോഫിക്ക് ഇരട്ടി ആവേശമാണ്. നെഹ്റു ട്രോഫി ഒരുപക്ഷെ എൻ്റെ ഓർമ്മയിലെ നെഹ്റു ട്രോഫികളിൽ വെച്ച് ഓണത്തിന് തൊട്ടു മുമ്പ് ഒരു നെഹ്റു ട്രോഫി വരുന്നത് ആദ്യമാണ്. ഞാൻ വെക്കേഷൻ തുടങ്ങി ഒരു 4 നൂറ്റാണ്ടിന് ഉള്ളിൽ വന്നിട്ടില്ല, എന്തായാലും ഈവൻ ഒരു 40 വർഷത്തിനുള്ളിലും വന്നിട്ടില്ലെന്ന് തോന്നുന്നു. അത്രയ്ക്കും നല്ല ആവേശകരമായ ഒരു സമയത്താണ് നെഹ്റു ട്രോഫി അരങ്ങേറുന്നത്. കാലാവസ്ഥയും ദൈവം സഹായിച്ച് വലിയ മോശമാവില്ല എന്ന് വിചാരിക്കുന്നു. വലിയ ചൂടും വലിയ തണുപ്പുമില്ലാത്ത മഴയുമില്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ നെഹ്റു ട്രോഫി നടത്താൻ പറ്റും. ആവേശം തീർച്ചയായും അതിൻ്റെ കൊടുമുടിയിൽ തന്നെയാണ്. കഴിഞ്ഞ വർഷം 0.004 മൈക്രോ സെക്കൻഡ്സ് വിജയിയെ തീരുമാനിച്ചെങ്കിൽ അതിൽ നിന്നൊട്ടും പിന്നിലല്ലാത്ത ഒരു മത്സരം തന്നെ ഇത്തവണയും നടക്കും. അത് ഒരുപക്ഷെ അതിലും അത്ഭുതപ്പെട്ടാലും നമുക്ക് അതിശയിക്കേണ്ടി വരില്ല. വലിയ വാശിയിൽ തന്നെയാണ് വള്ളങ്ങൾ. ഒരു 5-8 വള്ളങ്ങൾ ജയിക്കാൻ മാത്രം വരുന്നവരായതുകൊണ്ടും കമൻറ്റേറ്റർമാർ പറയുന്ന പോലെ പുന്നമടക്കായലിന് തീ പിടിക്കാൻ തന്നെ സാധ്യതയുണ്ട്. വളരെ വലിയ മത്സരം, അത്യന്തം ആവേശകരമായ ഒരു മത്സരം തന്നെ നടക്കും. പിന്നെ വള്ളംകളിയുടെ ഒരുക്കങ്ങളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ പറഞ്ഞെന്ന് കഴിഞ്ഞ 4 നൂറ്റാണ്ടിനിടയിൽ നടന്ന ഏറ്റവും നല്ല സംഘാടനം കൂടിയാണ് ഈ വർഷത്തെ വള്ളംകളി എന്നും പറയാതിരിക്കാൻ നിർവാഹമില്ല. വളരെ വലിയ എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് വള്ളംകളിയെ മാർക്കറ്റ് ചെയ്യാൻ ഇത്തവണ നിങ്ങളെ മാധ്യമങ്ങൾ ഉൾപ്പെടെ പലരുടെയും വളരെ ലിബറൽ സപ്പോർട്ട് കാരണം അത് വളരെ ഗംഭീരമായിട്ടുണ്ട്. വള്ളംകളി വലിയ വിജയിപ്പിക്കും, അതിൻ്റെ മാർക്കറ്റിംഗ് വിജയിപ്പിക്കാൻ കഴിഞ്ഞു. വള്ളംകളിക്ക് സ്പോൺസർമാരെ കണ്ടെത്താൻ ഇത്തവണ വലിയ വിജയകരമായി നടപ്പിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെ എല്ലാം കൊണ്ടും ഒരുപക്ഷെ കഴിഞ്ഞ സമീപ വർഷങ്ങളിൽ നടന്നതിൽ വെച്ച് ഈ നൂറ്റാണ്ടിൽ നടക്കുന്ന ഏറ്റവും ഗംഭീരമായ വള്ളംകളിയായിരിക്കും. 2025 25 വർഷത്തെ വള്ളംകളിയിൽ ഏറ്റവും നല്ലതായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് നാളെ നമുക്ക് ഉച്ചയ്ക്ക് കാണാം. ശരി സർ. ഇതാ വേറൊരു കുട്ടനാടിൻ്റെ ഒരു സൂപ്പർ സ്റ്റാർ നമ്മളോടൊപ്പം ഉണ്ട്. ഈ ഓണത്തിന് ന്യൂസ്